ഗൈസ് നമ്മളെ പരിപാടി ഇന്ന് വിഷു ആഘോഷമാണ്. ഇപ്പോൾ കുറേ ചങ്ങായിമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. എന്താ പറയണ്ടേ? ഹാപ്പി വിഷു. വെൽക്കം മാറിക്കേ, അത് നല്ല പാള. ബാബു അബൂര് പേര് ചോറാ വേണം. ചോറ് തിന്നാൻ തന്നാലൊരു വിചാരമുള്ളൂ. അബി ഫുഡൊക്കെ കഴിച്ചിട്ടേ ബാബു കാര്യം വലിയ ഡിസൈനർ ആയപ്പോ നമ്മളിപ്പോ ഫോട്ടോഷോപ്പ് ഡിസൈൻ ചെയ്തിട്ടാ പറഞ്ഞ ചെയ്തിരുന്നില്ല. ഫ്രീലാൻസ് വർക്ക് കൊടുത്തിട്ട് അതും ചെയ്യാൻ നേരല്ലേ. വലിയ ഡിസൈനറായി ചെയ്യാനാ. അപ്പൊ ഇപ്പൊ വലിയ ഏജൻസിയിലെ ഡിസൈനർ ഇപ്പൊ എല്ലാരും തിരക്കിലായി പോയി. എന്നോട് പറഞ്ഞെന്തറിയോ, ഞാൻ പറഞ്ഞ വീഡിയോ എഡിറ്റിംഗ് ഭയങ്കര പണിയാണ്. എന്നോട് ഞാൻ വേണ്ടി ഡിസൈനിങ് പഠിച്ചത് പാടി പറയാൻ വേണ്ടിട്ട്. നീയാണോ എടുക്കുന്ന റിപ്പോർട്ട് അടിക്കുന്ന സംശയമുണ്ട്. ഒരാൾക്കുള്ള ചോറോടിയാണ് എന്റെ ഫാൻസ് അസോസിയേഷൻ. ഇതേതാ മറ്റേ സാധനം വാങ്ങിയത്? പൈസ നോക്കിട്ട് കാര്യമില്ല. വ്ളോഗ് വരാനുള്ള കട്ട് ചെയ്താ വെച്ചാൽ ഇത് പറക്കണോ കേട്ടോ അവന്റെ കൈ. അടിച്ചിലേക്ക് കൂടി ശരിക്കും അടിച്ചിലേക്ക് ഉച്ചക്ക് വിളിച്ചിട്ട് പിന്നെ ഒരു എന്റെ കൈ നല്ല എന്റെ കൈ പറക്കുന്നല്ലോ. റെക്കോർഡിംഗ് കേട്ടോ ഫുള്ള് സിനിമ ഉണ്ടാവും ഇതില്. അതിൽ സൗണ്ട് ഉണ്ടല്ലോ. എന്റെ മൈക്കും ചൈമലല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന കടമ്പയിലേക്കാണ്. വിഷു സദ്യ. എന്താണ് ഫുഡ് എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? ബിരിയാണി, വിഷുവിന് മന്തി കട്ട് ചെയ്തെടുക്കേണ്ടി വരും. വിഷുവിന്റെ സദ്യക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ? മന്തിയാണോ ബിരിയാണോ? അല്ല, വിഷുവിന് എന്തൊക്കെ സ്പെഷ്യൽ നോക്കാം. ചോറുണ്ട്, ഇറച്ചിയുണ്ട്, ഒരു കരിമി ജ്യൂസ്, കുക്കർച്ചി. വിഷുവിനെ കുറിച്ച് എന്താണ് സദ്യയെ കുറിച്ച് അഭിപ്രായം? ഒന്നുമില്ല. ഇൻട്രോവേർട്ടുകളൊക്കെ ഞാൻ എങ്ങനെ എക്സ്ട്രോവേർട്ട് ആക്കും എന്നുള്ളതാണ് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. ക്യാമറ ഡെവിയിലപ്പം ഞാൻ ഇങ്ങിട്ടില്ല.
ഇതൊരു പ്രൊജക്ട് കഴിഞ്ഞിട്ട് എടുത്തില്ല എടാ എനിക്ക് എത്ര ഏജൻസി പിന്നെ മലയാളത്തിലെ ഏജൻസി ഞാനത് ആലോചിക്കുന്നേ എനിക്ക് ആർട്ടിലെ ടീച്ചിങ് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അഡ്വർടൈസിങ് ഏജൻസിയിലേക്ക് മാറണം. അല്ലാണ്ട് ടീച്ചിങ് വേറെ തന്നെ കഴിവാ. നമുക്ക് ടീച്ചിങ് ടീച്ചിങ്ങോ അത് കട്ടി കൂട്ടിയേക്കും. ടീച്ചിങ് കിട്ടണം ഇതിനകത്ത് മാറും. അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരല്ലേ പണിയെടുക്കും. അപ്പൊ കുഴപ്പമില്ല, പഠിപ്പിക്കുന്ന ആൾക്കാർ പണിയെടുക്കും. അത് വോയിസിൽ കിട്ടൂല അപ്പൊ പഠിപ്പിക്കുന്ന ആൾക്കാർ കോണ്ടന്റ് പഠിപ്പിക്കുമ്പോഴല്ല മറ്റേത്. നമ്മക്കൊന്നും പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ പുറത്തുനിന്ന് ചെയ്യാൻ പണിയെടുക്കാൻ പ്രശ്നവും കാര്യങ്ങളും വരൂല. നമ്മ വർക്കിനിടയിൽ ആ വർക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റിയാൽ മതി. മറ്റേത് അങ്ങനെയല്ല. പണ്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞോണ്ട് എന്താ പറയുന്നത് ഒരു സാധനം പഠിച്ചിട്ട് അല്ലാതെ ഒക്കെ ഒരു നോക്കി നടക്കുക. അപ്പൊ പിസ പഠിക്കണം. അങ്ങനല്ല ഞാൻ പറയുന്നത് അതായത് ഒന്നില് നമ്മൾ ഫോക്കസ് കൊടുക്കാം. ടൈം പീരീഡ് 1.5 കൊല്ലോ ഇവലോ 6 മാസം. എത്ര രാവിലെ തൊട്ട് ഉച്ചവരെ രാവിലെ ഉണ്ടോ അവിടെ ചുണ്ടടി അവിടെ എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡ് സത്യം പറഞ്ഞ പോലെ മര്യാദക്ക് നോക്കിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു ആ പാളി പോയിട്ട് പറയല്ലോ, നമുക്ക് കിട്ടണല്ലോ. ഞാൻ ഡിസൈനിങ് പഠിക്കണം എന്നവരാലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാനും അബു സാറ്റിസ്ഫൈഡ്. അതല്ല ഡിസൈനിങ്ങിന് അത്യാവശ്യം എല്ലാവർക്കും ഓക്കെയാണ്. നമുക്ക് എന്തിനോടാ ഇൻട്രസ്റ്റ് പിന്നെ നമ്മൾ അതിലാ നോക്കി അറിയില്ല തട്ടിച്ച് പിടിക്കാം സാർ. പേടിയാ തൻസീല വേണ്ടേ ചൂട് പോയി രവിയിലെ അടുത്തൊന്നും പൊട്ടിക്കും. അമുക്ക് പൊട്ടിക്കാൻ പോവാണ്. കാണൂലടാ മണ്ട അത് പൊട്ടിക്കാനല്ലേ ഇവിടെ ഇവിടെ അത്ര എടുത്തിട്ടുണ്ടോ അവിടെ അതിന് കാണണോ ആ സാധനം പെൻസിലിൻ്റെോ ഇങ്ങോട്ട് വെച്ചോ ഇവിടെ വെച്ചോ ഇവിടെ അതില്ല എല്ലാരും ഇത് എക്സ്പ്രഷൻ പൊട്ട ഫോൺ ഇങ്ങോട്ട് വെക്കടാ മണ്ട ഒരു പടക്കം പഠിച്ചാൽ അത് കത്തിക്ക്.